സോ iOS 26 ആപ്പിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ബീറ്റ 3 ആപ്പിൾ ഇന്നലെ റിലീസ് ചെയ്തു. ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ്, ചേഞ്ചസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ യൂഷ്വലി നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് സൈസ് അല്ല, 8.33 GB വലിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ബീറ്റ 3 എന്ന് പറയുന്നത്. സോ ഇത്രയും ഹ്യൂജ് ഒരു അപ്ഡേറ്റ് സൈസിന് തക്കതായ മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടോ. 2, ഇതിൻ്റെ വേർഷൻ നമ്പർ, ജനറൽസ് എബോർഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേർഷൻ നമ്പർ കാണാൻ സാധിക്കും. 23A5287G എന്നുള്ളതാണ് ഇതിൻ്റെ വേർഷൻ നമ്പർ. സോ G വരെ ആയതേ ഉള്ളൂ. സെപ്റ്റംബറിലാണ് പുതിയ ആപ്പിൾ ഡിവൈസുകൾ റിലീസ് ചെയ്യുന്നതിനോടൊപ്പമായിരിക്കും നമുക്ക് പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ പബ്ലിക്കലി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി മോഡേൺ ഫേംവെയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിലവിൽ iOS 26 ആപ്പിൾ റിലീസ് ചെയ്തേക്കുന്നത് ബീറ്റ വേർഷനാണ്, അതും ഡെവലപ്പർ ബീറ്റ വേർഷൻ. ഈ മാസം ജൂലൈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ മിഡ് ജൂലൈയോടെ നമുക്ക് ഇതിൻ്റെ പബ്ലിക് ബീറ്റ റിലീസുകളും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സും മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഗ്ലാസി UI നമ്മൾ ആപ്പിളിൻ്റെ WWDC ഇവൻറ്റിൽ കണ്ടപ്പം അല്ലെങ്കിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു UIയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ബീറ്റ 3ലേക്ക് വന്നപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. പല ആപ്ലിക്കേഷനിലും നമുക്കത് വിസിബിൾ ആണ്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ കൺട്രോൾ സെൻറ്ററിൽ തന്നെയാണ്. കുറേയും കൂടി ഗ്ലാസി എഫക്റ്റ് എന്നുള്ളത് മാറി ഒരു ഫ്രോസ്റ്റി ഫിനിഷാണ്. ആ ഗ്ലാസിനൊക്കെ ഫ്രോസ്റ്റി ആയിട്ടുള്ള ഒരു മാറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, അതിന് ബഗ്ഗാണോ അതോ ആപ്പിൾ അങ്ങനെ തന്നെ ചെയ്തതാണോ അതോ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആക്കിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു ഫ്രോസ്റ്റിനെസ് അല്ലെങ്കിൽ ഫ്രോസ്റ്റി ഫീലിംഗ് നമുക്ക് പല ആപ്ലിക്കേഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നോട്ടിഫിക്കേഷൻ സെൻറ്ററിലെ ടെക്സ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറച്ചും കൂടെ നമുക്ക് വിസിബിളായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വായിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റുകൾ ഇപ്പം അലൈൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബബിളിനകത്ത് വന്നിരിക്കുന്നത്. 2, മ്യൂസിക് ആപ്ലിക്കേഷനാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ബീറ്റ 1 ആണ്, റൈറ്റ് സൈഡിൽ ബീറ്റ 3. സോ ആ ഒരു ഫ്രോസ്റ്റി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കളർ അത്ര അധികം ലൈറ്റ് ആയിട്ടുള്ള കളറല്ല അവിടെ കാണാൻ സാധിക്കുന്നത്, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഇരുണ്ട രീതിയിലുള്ള കളറാണ്. അതോടൊപ്പം തന്നെ അവിടെ ഹാൻഡ് സിമ്മർ F1 എന്നൊക്കെ എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ റീഡബിൾ ആണ്. പക്ഷേ ബീറ്റ 1 കാണാൻ നമുക്ക് അത്രയ്ക്കും വ്യക്തമായിട്ട് ആ എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ചും കൂടെ ലൈറ്റാണ് അത്. ആ കളേഴ്സിനകത്തും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ആ മൊത്തത്തിലുള്ള ആ ഒരു മെനു അല്ലെങ്കിൽ ആ ഗ്ലാസ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇരുണ്ടിട്ട് നമുക്ക് ടെക്സ്റ്റ് വളരെ നന്നായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബീറ്റ 3ലേക്ക് വന്നപ്പം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ 2ലും ഡാർക്ക് മോഡിൽ തന്നെയാണ്. സോ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫോട്ടോസ് ആപ്പിനകത്താണ്. ഫോട്ടോസ് ആപ്പിലും അത് വിസിബിളാണ്. നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ടാബ് വ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി ലൈറ്റർ ആയിട്ടാണ്, പക്ഷേ ഇതിൽ ഇച്ചിരി ഡാർക്കർ ആയിട്ടുണ്ട്. ഈവൻ ദോ നമ്മളത് സ്വിച്ച് ചെയ്താലും, ഞാനിപ്പം ഡാർക്ക് മോഡിൽ നിന്ന് ലൈറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്താലും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റെല്ലായിടത്തും ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മാപ്സ് ആപ്പിൽ, ആപ്പിളിൻ്റെ മാപ്സ് ആപ്പിൽ നമുക്ക് ആ ഒരു ലിക്വിഡ് ഗ്ലാസ് എന്നുള്ളത് കുറച്ചും കൂടെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്ന ബീറ്റ 3ലാണ്. ഇത് മാപ്സ് ആപ്പാണ്. ഇതിൽ നമുക്ക് ആ വ്യത്യാസം ആദ്യം തന്നെ മനസ്സിലാവും. ഈ ബീറ്റ 1 കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്. പക്ഷേ ബീറ്റ 3ലേക്ക് വന്നപ്പം കുറച്ചും കൂടെ ലൈറ്റാണ്, നമുക്ക് സീ ത്രൂ ആണ്. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കുറച്ചും കൂടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ മാപ്പ് ഇട്ട് ETA ഇടുമ്പോഴും ആ ഒരു UIയിലും ചേഞ്ചസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ടെക്സ്റ്റുകൾ ഇവിടെ വളരെ വിസിബിളാണ്, അതിനിടയിലൂടെയുള്ള ആ മാപ്പും അത് നമുക്ക് വിസിബിളാണ്. സോ അങ്ങനെ ഒരു വ്യത്യാസം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം മേളിലേക്ക് വലിക്കുമ്പോൾ ഉള്ള ആ ഒരു ആനിമേഷനിലും ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മേളിലേക്ക് ഇത് ഞാൻ ടാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു ഗ്ലാസി എഫക്റ്റ് വരുന്നുണ്ട്. ഗ്ലാസി എഫക്റ്റ് തൊടുന്ന ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്. എന്നാൽ ബീറ്റ 1 അങ്ങനെ ഒരു വ്യത്യാസമോ മാറ്റങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ആ GIF ഐക്കൺസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബീറ്റ 1 നമുക്ക് ആ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഐക്കൺ അതിനകത്താണ് പ്ലസ് വന്നേക്കുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് വെറുതെ പ്ലസ് മാത്രമേ ഉള്ളൂ. ഷെയർ ETA എന്നുള്ള ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ആ ഒരു ബോക്സി അല്ലെങ്കിൽ റൗണ്ടഡ് ആയിട്ടുള്ള GIF ഐക്കൺ അല്ല കൊടുത്തിരിക്കുന്നത്. എന്താണോ ആ GIF ഐക്കൺ അത് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ്, മേളിൽ അറൈവൽ ടൈം, കിലോമീറ്റർ എത്ര ഉണ്ട്, അങ്ങനെ വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആപ്പിൾ ഇതിൽ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പുതിയ വാൾപേപ്പേഴ്സ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ 3 കളേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇതായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ആയിരുന്ന കളർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ഷാഡോ എന്ന് പറയുന്ന പുതിയ കളറ്, അതുപോലെ തന്നെ നമുക്ക് ഹാലോ എന്ന് പറയുന്ന മറ്റൊരു കളറ്, അതോടൊപ്പം ഡസ്ക് എന്ന് പറയുന്ന 3 കളേഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ കാണുന്ന ഡാർക്ക് എഡിഷനാണ്. ഇതിന് തന്നെ ലൈറ്റ് ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം അതിൻ്റെ ലൈറ്റ് കളേഴ്സാണ്. ഇതിൽ കുറച്ച് ബഗ്ഗൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിത് എക്സിറ്റ് ചെയ്യുമ്പോഴൊക്കെ ബഗ്ഗുകൾ. സോ ഇതാണ് ഈ ഒരു ബീറ്റ അപ്ഡേറ്റുകളുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ബഗ്ഗുകളാണ്.
കുഴപ്പമില്ല, ഈ ബീറ്റ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്, നമുക്ക് ബഗ്ഗുകൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മെയിൻ ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ദയവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. പിന്നീട് നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പം ഇപ്പോൾ നമുക്കറിയാം ലോക്ക് സ്ക്രീനിൽ ആ ഒരു ആൽബം ആർട്ട് കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രോബ്ലം ഇതുപോലെ ബഗ്ഗായിരുന്നു. അതായത് നമുക്ക് താഴത്തെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിജിറ്റുകൾ പ്ലേസ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് എക്സിറ്റ് ആകുമ്പം ആ വിജിറ്റുകൾ അപ്പിയർ ആകുന്നില്ല എന്നുള്ളൊരു ബഗ് ഉണ്ടായിരുന്നു. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. സഫാരി ആപ്പിൻ്റെ യുഐയിലും ആപ്പിൾ ആ ഒരു ഗ്ലാസ് എഫക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ മേളിൽ കാണുന്ന 3 ഡോട്ടിൻ്റെ ഗിഫ് ഐക്കൺ അത് ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിളിനകത്താണ് ഇതിലിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളും കാണാൻ സാധിക്കും ബീറ്റ 1-ൽ. അതോടൊപ്പം അത് ടാപ്പ് ചെയ്യുമ്പം വരുന്ന ആ ഒരു ഓപ്ഷൻസ് അതിൻ്റെ ആ ഒരു സ്പേസിങ് കാര്യങ്ങളൊക്കെ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് താഴെ ഫോൾഡേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഫോൾഡേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പം ബീറ്റ 3-ലേക്ക് വന്നപ്പം എത്ര വെബ്സൈറ്റുകളുണ്ടോ ആ വെബ്സൈറ്റിൻ്റെ ഒക്കെ ചെറിയ ഇമേജിംഗ് ആണ് അവിടെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫേവറേറ്റ് ടാബ്സിൻ്റെ ഒക്കെ ആ ഒരു ഗിഫ് ഐക്കൺ ചെറുതാക്കിയിട്ടുണ്ട്, മറ്റേതിൽ കുറച്ചും കൂടെ വലുതാണ്. ആക്സസിബിലിറ്റിയിൽ അങ്ങനെ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ ഏത് ആക്സസിബിലിറ്റി ഫീച്ചർ എനേബിൾ ചെയ്താലും അതിനൊരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് ലഭിക്കുന്നതാണ്. എനേബിൾ ചെയ്തേക്കുന്ന ആക്സസിബിലിറ്റി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈവ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഇനി മുതൽ ലഭിക്കുന്നതാണ്. ഇതാദ്യമായിട്ടാണ് iOS-ൽ ഇങ്ങനൊരു ചേഞ്ച് ആക്സസിബിലിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കസ്റ്റമൈസേഷൻ ഓപ്ഷനകത്ത് 2-3 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഒരു ക്ലിയർ ബീറ്റ 1-ൽ നമുക്ക് കാണാം കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഗിഫ് ഐക്കൺ ആയിരുന്നു ക്ലിയറിനുണ്ടായിരുന്നു. എന്നാൽ ബീറ്റ 3-ലേക്ക് വന്നപ്പം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീ ത്രൂ അപ്പിയറൻസ് ആണ് ആ ഗിഫ് ഐക്കൺ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ടിൻറ്റഡ് ഇതിൽ ഡാർക്ക് ആയിരുന്നു ബീറ്റ 1-ൽ, ഇതിലേക്ക് വന്നപ്പം ആ കളറുമായിട്ട് മാച്ചിങ് ചെയ്യുന്ന രീതിയിലുള്ള ആ ടിൻറ്റഡ് കളർ അവിടെ അതിന് കാണാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ളത് ലൈറ്റാണ്, അതിൽ നിന്ന് ഡാർക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും ആ ഒരു ഗിഫ് ഐക്കണിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫയൽസ് ആപ്പിൻ്റെ ഐക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച്. സോ ഗ്രേഡിയൻ കളറിൽ ചെറിയൊരു ടോൺ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ബഗ് ഫിക്സുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഒന്ന്, ഡോക്കിലുണ്ടായിരുന്ന ബഗ്ഗാണ്. നമ്മളിവിടുന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പം ഈ ഒരു ഡോക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ബിഹേവിയർ കഴിഞ്ഞ അപ്ഡേറ്റിലുണ്ടായിരുന്നു. എന്നാൽ ഇത് ഇപ്പം അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആപ്പിൾ സെൻറ്റർ ലൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നൊരു ബഗ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പം പാച്ച് ചെയ്തിട്ടുണ്ട്. 2, സഫാരിയിൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ഇൻ ന്യൂ ടാബ് ഓപ്ഷനിൽ കൊടുക്കുമ്പം സഫാരി മൊത്തത്തിൽ ഫ്രീസ് ആകുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അത് പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ iMessageൻ്റെ ഗ്രൂപ്പ് ആപ്ലിക്കേഷനകത്തുള്ള വാൾപേപ്പേഴ്സ് നമുക്കിപ്പം കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് അപ്ഡേറ്റിൽ അത് ബഗ്ഗായിരുന്നു. നമ്മൾ ഏതെങ്കിലും ആനിമേറ്റഡ് വാൾപേപ്പർ കൊടുത്താൽ പോലും അത് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് വാൾപേപ്പറായിട്ട് നിൽക്കുകയുള്ളായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പം ആപ്പിൾ അത് പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ മൈനർ ആയിട്ടുള്ള കുറച്ച് ബഗ്ഗുകൾ മാത്രമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ, പെർഫോമൻസ് വൈസ് നമുക്കൊരു ബീറ്റ അപ്ഡേറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു നീറ്റായിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്ര മണിക്കൂറത്തെ യൂസേജിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയും ഇതുവരെ ലഭിച്ചിട്ടുള്ള ബീറ്റ അപ്ഡേറ്റിൽ വലിയ കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് തന്നെയാണ് ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ എന്ന് കരുതി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ പബ്ലിക് ബീറ്റ താമസിക്കാതെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സെപ്റ്റംബറിലായിരിക്കും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് പുതിയ ഐഫോൺ, ഐപാഡ്, മാക്കുകളെല്ലാം റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പബ്ലിക്കലി ഇത് അവൈലബിൾ ആകുന്നത്. സോ കറൻ്റ്ലി ഇത് ബീറ്റയിലായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങൾ ഒരു ചെറിയ സ്റ്റട്ടറിങ് ഇഷ്യൂ കണ്ടു. സോ പെർഫോമൻസിൻ്റെ കാര്യം ഇതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്കിതൊരു സ്മൂത്ത് പെർഫോമൻസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല, ബീറ്റയാണ്. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഇതിൻ്റെ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം കറൻ്റ്ലി നിങ്ങൾ ബീറ്റ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഫീഡ്ബാക്ക് ആപ്ലിക്കേഷനിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഇതുപോലത്തെ ബഗ്ഗുകൾ, സ്റ്റട്ടറിങ്, എന്തൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആപ്പിളിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഫീഡ്ബാക്കുകളൊക്കെ വെച്ചിട്ടാണ് ഓരോ ബീറ്റയിലും ആപ്പിൾ ഇതിൽ കാര്യമായിട്ടുള്ള ബഗ് ഫിക്സുകളും ഇമ്പ്രൂവ്മെൻറ്റ്സും കൊണ്ടുവരുന്നത്. എനിവേ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഇനി വരാനുള്ളത്. സോ ദിസ് ഇസ് മീ മിലൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.